നോട്ട് നിരോധനം തുടരുന്ന പശ്ചാത്തലത്തിൽ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം കൂട്ടത്തോടെ പിൻവലിക്കപ്പെടുന്നു. ചെക്ക് മുഖേന നിക്ഷേപം ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായതായാണ് കണക്കുകൾ. സഹകരണ ബാങ്കുകളെ ആശ്രയിക്കുന്ന പ്രാദേശിക സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനം കടുത്ത പ്രതിസന്ധിയിലാണ്. നോട്ട് നിരോധനം വന്ന ആദ്യ ദിനങ്ങളിൽ സഹകരണ ബാങ്കുകൾ നിശ്ചലാവസ്ഥയിലായിരുന്നു. പഴയ നോട്ടുകൾ വാങ്ങാനോ മാറ്റി നൽകാനോ അനുമതി ലഭിക്കാതിരുന്നതോടെ കയ്യിലുള്ള 100-ന്റെയും 50-ന്റെയും നോട്ടുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയാണ് പിടിച്ചു നിന്നത്. എന്നാൽ ആഴ്ചകൾ പിന്നിടുമ്പോഴും സഹകരണ ബാങ്കുകളിലെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ പിൻവലിക്കാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കി. സഹകരണ ബാങ്കുകളെ കൂടുതലായി ആശ്രയിക്കുന്ന വടക്കേ മലബാറിലെ സഹകരണ സ്ഥാപനങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും പൊതുജനങ്ങളുമെല്ലാം പണമില്ലാതെ വലയുകയാണ്. അവരുടെ ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ക്യാഷ് കൊടുക്കാൻ കഴിയുന്നില്ല. ഇവർ പറയുന്ന കണക്കിന് തന്നെ ഒരാഴ്ച 24,000 രൂപയാണ് കൊടുക്കാൻ കഴിയുന്നത്. ഈ 24,000 രൂപ ഒന്നിനും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഒരു ഭാഗം ഞങ്ങളുടെ ബാങ്കിലാണുള്ളത്. കുടുംബശ്രീക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ വനിതാ സഹകരണ സംഘങ്ങളുണ്ട്, അവരുടെ അക്കൗണ്ട് ഇവിടെയാണ്. ഇതോടെ നിക്ഷേപകർ ചെക്ക് മുഖേന ദേശസാൽകൃത ബാങ്കുകളിലേക്ക് നിക്ഷേപങ്ങൾ വ്യാപകമായി മാറ്റി തുടങ്ങി. ജില്ലാ ബാങ്കിലേക്ക് ചെക്ക് കൊടുത്ത് പണം നിക്ഷേപിക്കാൻ സർക്കാർ അനുമതി നൽകിയെങ്കിലും പലയിടത്തും കറൻസി ഇല്ലാത്തത് ജനങ്ങളെ ദേശസാൽകൃത ബാങ്കുകളിലേക്ക് തന്നെ എത്തിക്കുന്നു. നിക്ഷേപകരെ പിടിച്ചു നിർത്താനും വിശ്വാസം നിലനിർത്താനും സഹകരണ ബാങ്കുകൾ ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഒട്ടേറെ പദ്ധതികളിലൂടെ കാലങ്ങൾ കൊണ്ട് സമാഹരിച്ച നിക്ഷേപം നഷ്ടപ്പെടുന്നത് സഹകരണ ബാങ്കുകളുടെ തുടർ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുമെന്നുറപ്പാണ്. സഹകരണ ബാങ്കുകളുടെ തകർച്ച ന്യൂ ജനറേഷൻ ബാങ്കുകൾ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ലിമേഷ് ചെറുവഴിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.